നികുതിയെ ചൊല്ലിയുള്ള യു.എസ്. ചൈന വ്യാപാര തർക്കം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിലെ ആദ്യത്തെ ഇരയായി ബോയിങ് മാറിയിരിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ബോയിങ് വിമാനം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമേരിക്കയിലേക്ക് മടങ്ങിയത്. ഇതിന്റെ ഫലമായി കമ്പനി നഷ്ടം നേരിടേണ്ടി വന്നു. ബോയിങ് 737 മാക്സ് വിമാനം അമേരിക്കയിലെ സിയാറ്റിലാണ് നിർമ്മിച്ചത്. അവിടെ നിന്ന് ചൈനയിലെ ഷൌഷാൻ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ പെയിന്റിങ്ങും മറ്റ് ജോലികളും പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പണി പൂർത്തിയാകുമ്പോൾ വിമാനം ചൈനീസ് വിമാന കമ്പനിയായ സിയാമൻ എയർലൈൻസിന് കൈമാറാനായിരുന്നു പദ്ധതി. എന്നാൽ താരിഫ് പ്രശ്നം കാരണം ചൈന അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയിട്ടുണ്ട്. അതിനാൽ ഈ വിമാനം വാങ്ങുന്നത് കമ്പനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് വിമാനം വാങ്ങാനുള്ള പദ്ധതി കമ്പനി ഉപേക്ഷിച്ചു. അങ്ങനെ വിമാനം അമേരിക്കയിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ബോയിങ്ങിന് ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കോവിഡ് പാൻഡമിക്കും സുരക്ഷാ പോരായ്മകളും കാരണം ചൈന ഇതിനകം തന്നെ ബോയിങ് ഉൽപ്പാദനം കുറച്ചിരുന്നു. ഇപ്പോൾ നികുതി കാരണം ചൈനീസ് കമ്പനി ബോയിങ്ങുമായുള്ള കരാർ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. ആഗോളതലത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ വ്യോമയാന വിപണിയാണ് ചൈനയ്ക്കുള്ളത്. 2035 ആകുമ്പോഴേക്കും വ്യോമയാന വിപണിയിൽ ചൈന മുന്നിലെത്തുമെന്ന് പറയപ്പെടുന്നു. അടുത്ത 20 വർഷത്തിനുള്ളിൽ ചൈനയ്ക്ക് 8560 പുതിയ വിമാനങ്ങൾ ആവശ്യമാണെന്ന് ബോയിങ് ഒരു പഠനത്തിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബോയിങ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ 25% ചൈനയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. 25% ഏറ്റവും വലിയ വിപണി മൂല്യം. ബോയിങ് ഇപ്പോൾ ഈ വിപണി പൂർണ്ണമായും നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വിമാനം അമേരിക്കയിലേക്ക് തിരിച്ചയച്ച സംഭവം ഇതിൻ്റെ പ്രകടനമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പകരമായി പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നു. ചൈനീസ് വിമാനങ്ങളുടെ പ്രത്യേകിച്ച് കോമാക്സി 919ന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എയർബസ് ബോയിങ് വിമാനങ്ങൾക്ക് പകരമാണിതെന്നും പറയപ്പെടുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. വ്യോമയാന വ്യവസായത്തിൽ തന്നെ നിരവധി പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലിനിയും നിരവധി മേഖലകളുണ്ട്. നികുതിയുടെ കാര്യത്തിൽ ആർക്കും ജയിക്കാനോ തോൽക്കാനോ കഴിയില്ല. ഇരു രാജ്യങ്ങളും ഇതിൽ നിന്ന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മാത്രമേ നേരിടേണ്ടി വരൂ. ഇത് വെറുമൊരു കണക്കുകളുടെ കളി മാത്രമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ നികുതി നയങ്ങളെ തുടർന്നുണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഗണ്യമായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. സാധ്യമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈനയിൽ സബ്സിഡിയറികളുള്ള അമേരിക്കൻ കമ്പനികളെ നേരിട്ട് ഇവ ബാധിച്ചേക്കാം. ഇത് മൂലധനം ഒഴുകിപ്പോകുന്നതിനും ചൈനയിലെ നിക്ഷേപം കുറയുന്നതിനും ഇടയാക്കും. ട്രംപിന്റെ താരിഫുകൾ നികത്താൻ കയറ്റുമതിക്കാർക്കുള്ള നികുതി വെട്ടിക്കുറച്ചതിനാൽ ചൈനയുടെ നികുതി വരുമാനം കുറഞ്ഞു വരികയാണ്. ഭവന വിപണിയിലെ തകർച്ച, പ്രാദേശിക സർക്കാരുകളുടെ പ്രതിസന്ധി തുടങ്ങിയ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാനുള്ള ചൈനയുടെ കഴിവിനെ ഈ ഇടിവ് പരിമിതപ്പെടുത്തും. ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ വസ്തുക്കളുടെ ഒഴുക്ക് തടയാൻ വീണ്ടും യു.എസ്. അധിക തീരുവകൾ ചുമത്തുന്നതിലൂടെ വ്യാപാര സംഘർഷം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ രൂക്ഷമാകും.